നാഗലശ്ശേരിയിൽ പേവിഷബാധയേറ്റ പശു ചത്തു. ക്ഷീരകർഷകനായ നാഗലശ്ശേരിയിലെ ശ്രീനിവാസന്റെ വീട്ടിലെ പശുവാണ് ചത്തത്. ശനിയാഴ്ച രാവിലെ അക്രമ സ്വഭാവം കാണിച്ച് പശു തൊഴുത്തിൽ നിന്ന് കയർ പൊട്ടിച്ച് ഓടുകയായിരുന്നു. പരിഭ്രാന്തരായ വീട്ടുകാരും അയൽവാസികളും പശുവിനെ പിന്തുടർന്നെങ്കിലും അക്രമ സ്വഭാവം കാണിക്കുന്ന പശുവിനെ പിന്തുടരാനായില്ല. പരിഭ്രാന്തി കാട്ടിയ പശു പിന്നീട് പാടത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. പശുവിനെ പിന്നീട് കുളത്തിൽ വീണ് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസന്റെ വീട്ടിലെ മറ്റൊരു പശുവിനും പെയ്യിളകി ചത്തിരുന്നു. ക്ഷീരകർഷകനായ ഇയാൾക്ക് 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തുള്ള ക്ഷീരകർഷകരെല്ലാം വലിയ ഭീതിയിലാണെന്ന് പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തെരുവുനായ്ക്കൾ ഏതു സമയത്തും കന്നുകാലികളെ ആക്രമിക്കാനുള്ള സാധ്യത നിലവിലുണ്ടെന്നും ക്ഷീരകർഷകർക്ക് കന്നുകാലി വളർത്തലുമായി മുന്നോട്ടു പോകാനാവാത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രദേശവാസിയും കർഷകനുമായ ഉണ്ണിക്കുട്ടനും പറഞ്ഞു. കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കുളത്തിൽ വീണ പശുവിനെ നാട്ടുകാരും കർഷകരും ചേർന്ന് പുറത്തെടുത്തു. നാഗലശ്ശേരി വെറ്റിനറി ഡോക്ടർ S. പ്രമോദ് സ്ഥലത്തെത്തി. വിഷബാധ ഏറ്റിട്ടുണ്ടെന്ന സംശയമുള്ള കന്നുകാലികൾക്കെല്ലാം പ്രതിരോധ വാക്സിൻ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. സംശയം തോന്നുന്ന കന്നുകാലികൾക്കും മറ്റ് വളർത്തുമൃഗങ്ങൾക്കും സൗജന്യമായി പ്രതിരോധ വാക്സിൻ നൽകുന്നതാണെന്നും ഡോക്ടർ അറിയിച്ചു. കന്നുകാലികൾക്കും ഓമനമൃഗങ്ങളായി വളർത്തുന്ന മറ്റു ജന്തുക്കൾക്കും പ്രതിരോധ വാക്സിൻ നിർബന്ധമാക്കണമെന്നും നാഗലശ്ശേരി മൃഗാശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ടെന്നും ഡോക്ടർ പ്രമോദ് പറഞ്ഞു.